കുപ്രസിദ്ധ മോഷ്ടാവ് ഷിബു എസ് നായർ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് പിടിയിലായി. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ ആക്രമിച്ച് പണവും സ്വർണവും തട്ടിയ വിവിധ കേസുകളിൽ പ്രതിയാണിയാൾ. കഴിഞ്ഞ ദിവസം വാകത്താനം ഇന്ദിരാനഗറിലെ ഒരു വീട്ടിൽ നടത്തിയ മോഷണക്കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായത്. വാകത്താനം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതി അക്രമാസക്തനായിട്ടാണ് പെരുമാറിയത്. സ്റ്റേഷൻ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാനത്തുടനീളം 42 കേസുകളിൽ പ്രതിയാണ് ഷിബു. എല്ലാ മോഷണവും തട്ടിപ്പു കേസുകളും. വയോധികരായ സ്ത്രീകളാണ് പ്രതിയുടെ പ്രധാന ഇരകൾ. റോഡരികിൽ നിൽക്കുന്ന സ്ത്രീകളോട് വഴി ചോദിക്കാനെന്ന വ്യാജേന എത്തി മാല പൊട്ടിച്ചു കടന്നുകളയും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകൾ നിരീക്ഷിച്ച് വീട്ടിൽ കയറി മോഷണവും നടത്തും. പലവിധത്തിൽ കുറ്റകൃത്യം ആസൂത്രണം ചെയ്താണ് ഓരോ മോഷണവും നടത്തുന്നത്. അടൂരിലെ മോഷണ കുറ്റത്തിന് ജയിലിലായിരുന്ന പ്രതി ജനുവരി 28-നാണ് പുറത്തിറങ്ങിയത്. പിന്നീട് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് വാകത്താനത്തെ വീട്ടിലെത്തി സ്വർണം മോഷ്ടിച്ചത്. നിരവധി CCTVകൾ പരിശോധിച്ചതിൽ നിന്നാണ് വാകത്താനം പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. പണം ഞങ്ങൾ തരും. കഴിഞ്ഞ ദിവസം പുലർച്ചെ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലെത്തിയാണ് ഇയാളെ വാകത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിടികൂടാനെത്തിയ പോലീസുകാരെ പ്രതി കത്തി വീശി ആക്രമിക്കാൻ ശ്രമിച്ചു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പൂർണ്ണമായും അക്രമാസക്തനായ പ്രതി പോലീസ് സ്റ്റേഷനുള്ളിൽ സ്വയം തല ഭിത്തിയിലിടിച്ച് പരിക്കേൽപ്പിക്കാനും നോക്കി. സ്വർണത്തിനൊക്കെ വില കൂടിയ സമയമാണ്. വീട്ടിൽ കയറിയും നടന്നു പോകും വഴി സ്വർണ്ണാഭരണം പറിച്ചെടുത്തു കൊണ്ടുപോകലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം കൂട്ടിലങ്ങാടിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്നും 15 പവൻ സ്വർണ്ണാഭരണം കളവ് പോയതായി പരാതി ഉയർന്നിരുന്നു. പടിഞ്ഞാറ്റുമുറി തിരുത്തുപറമ്പ് നസീർ അഹമ്മദിന്റെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത്. വീട്ടുടമ നസീറും കുടുംബവും സൗദി അറേബ്യയിലായിരുന്നു താമസം. വീട് നിർമ്മിച്ച ശേഷം സ്ഥിരമായി അടച്ചിടുകയാണ് പതിവ്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു സ്ത്രീ വന്ന് വീട് അടിച്ചുവാരി വൃത്തിയാക്കാറുണ്ട്. ഡിസംബർ 25-നാണ് വേലക്കാരി അവസാനമായി വീട് വൃത്തിയാക്കിയത്. ശേഷം കഴിഞ്ഞ ദിവസം വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട സ്ത്രീ വീടിന് എതിർവശമുള്ള വീട്ടുടമയുടെ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. വാതിൽ കുത്തി തുറക്കുകയും അകത്തെ അലമാറ തുറന്നിടുകയും ചെയ്തിരുന്നു. വീട്ടുടമയുടെ സഹോദരൻ മലപ്പുറം സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി. സൗദിയിലുള്ള വീട്ടുടമയുമായി പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് 15 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്ന് വ്യക്തമായത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.